നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർകാവ് ക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടത്തിൽ പടക്കം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രതക്കുറവുണ്ടായതായി ഇ.പി. ജയരാജൻ. അപകടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനും പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധക്കുറവുണ്ടായതാണ് അപകടത്തിന് കാരണമായതെന്ന് DCC പ്രസിഡന്റ് PK ഫൈസലും പറഞ്ഞു. അതേസമയം അപകടത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും വീഴ്ച മറച്ചുവെക്കാൻ ശ്രമം നടക്കുന്നതായി BJP സംസ്ഥാന സെക്രട്ടറി K. ശ്രീകാന്ത് ആരോപിച്ചു. നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർകാവ് ക്ഷേത്ര കളിയാട്ടത്തിനിടെ പടക്കം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് ഇ.പി. ജയരാജൻ. അപകടമുണ്ടായ ക്ഷേത്രം സന്ദർശിക്കുവാനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകടമുണ്ടായാൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടുന്നത് ശരിയായ രീതിയല്ല. നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമേ വെടിക്കെട്ട് നടത്താൻ പാടുള്ളൂവെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നവർ, അതിൻ്റെ സംഘാടകർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടം സംഭവിച്ചാൽ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയായൊരു വഴിയല്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതപ്പെടലുണ്ട്. അത് ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തത് അലക്ഷ്യമായാണെന്നും പടക്കം പൊട്ടിക്കരുത് എന്ന് കുട്ടികളടക്കം ആവശ്യപ്പെട്ടിട്ടും ക്ഷേത്രം ഭാരവാഹികൾ തയ്യാറായില്ലെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വളരെ പരിമിതമായ പെർമിഷൻസ് ഉള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ തന്നെ പടക്കം സൂക്ഷിക്കുക, അവിടുന്ന് തന്നെ പടക്കം പൊട്ടിക്കുക. ഇവിടെയുള്ള കുട്ടികളടക്കം പല ആളുകളും നിങ്ങൾ ഇവിടുന്ന് പൊട്ടിക്കരുത് എന്ന് ഒരുപാട് തവണ അവരോട് പറഞ്ഞതാണ്. പക്ഷെ അതനുസരിക്കാതെയാണ് ഈ പടക്കം പൊട്ടിച്ചിട്ടുള്ളത്. സമഗ്രമായ അന്വേഷണം നടത്തണം. ശ്രദ്ധക്കുറവുണ്ടായതാണ് ഇത്ര വലിയ അപകടത്തിന് കാരണമായതെന്ന് DCC പ്രസിഡന്റ് PK ഫൈസ പ്രതികരിച്ചു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അന്വേഷണം ആവശ്യമാണെന്ന് മുൻ MP P. കരുണാകരൻ പറഞ്ഞു. വെടിക്കെട്ടെന്ന് പറയുമ്പോൾ ചെറുതായാലും വലുതായാലും അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. ആ നിലയിൽ ഇത് സംബന്ധിച്ച് കാരണം ഭാവിയിലും വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. വലിയ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV. ശാന്ത പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഏറ്റവും മികച്ച രീതിയിലാണ് നടന്നതെന്നും അവർ പറഞ്ഞു. വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തന്നെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരാൻ എന്തായാലും സാധ്യമല്ല. അപ്പൊ നമ്മളിവിടെ അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഓടിയെത്തി. അപ്പോൾ നമ്മുടെ തേജസ്വിനിയിലും അതുപോലെ തന്നെ NKP-യിലാണ് ആദ്യം കൊണ്ടുപോയത്. പിന്നീട് എല്ലാവരെയും ജില്ലാ ആസ്പത്രിയിൽ കൊണ്ടുപോയി. അവിടെ നമ്മൾ പോയി പിന്നെ കുറച്ച് ഗുരുതരമുള്ള ആളുകളെല്ലാം മംഗലാപുരത്തേക്കും അതുപോലെ പെരിയാരത്തേക്കും കണ്ണൂർ മിംസിലേക്കെല്ലാം മാറ്റി. അതേസമയം നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് ആരോപിച്ചു. ഇത്രയും ആൾക്കാർ ഇത്രയും ചെറിയൊരു പ്രദേശത്ത് തിങ്ങിക്കൂടുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ജാഗ്രത പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിഷേധിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ക്ഷേത്രത്തിലെത്തിയ BJP CPIM പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അപകടത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കം തല്ലിൽ കലാശിച്ചു. പിന്നീട് പോലീസ് എത്തി ഇരുവരെയും പിരിച്ചുവിടുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.